ആത്മനിർഭർ ഭാരതം എന്ന കേന്ദ്ര സർക്കാരിന്റെ ലക്ഷ്യത്തിന് വീണ്ടും ഒരു പൊൻതൂവൽ കൂടി. മാപ്പ് മൈ ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത നാവിഗേഷൻ ആപ്പായ മാപ്പിൾസ് പരീക്ഷിച്ച് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ്. മികച്ച ഫീച്ചറുകളുള്ള ഈ ആപ്പ് എല്ലാവരും പരീക്ഷിച്ച് നോക്കണമെന്നും അശ്വിനി വൈഷ്ണവ് പറഞ്ഞു. തത്സമയ ഡ്രൈവിംഗ് അലേർട്ടുകൾ, 3D ജംഗ്ഷൻ കാഴ്ചകൾ, 3D റെൻഡറിംഗ്, റൂട്ടിംഗ് ആൻഡ് റീറൂട്ടിംഗ് സിസ്റ്റം, ലൈവ് ട്രാഫിക് ഡാറ്റ തുടങ്ങി നിരവധി ഫീച്ചേഴ്സാണ് നാവിഗേഷൻ ആപ്പായ മാപ്പിൾസ് വാഗ്ദാനം ചെയ്യുന്നത്. റോഡ് മാർഗം വഴിയുള്ള യാത്രകൾ കൂടുതൽ സുരക്ഷിതമാക്കാനും മെച്ചപ്പെടുത്താനും സഹായിക്കുന്നതാണ് ആപ്പ്. അപകട സാധ്യതയുള്ള മേഖലകളെയും സ്പീഡ് ബ്രേക്കറുകളെയും കുറിച്ചുള്ള അലേർട്ടുകൾ, ട്രാഫിക് സിഗ്നലുകളുടെയും CCTV ക്യാമറ പോയിന്റുകളുടെയും തത്സമയ അപ്ഡേറ്റുകൾ തുടങ്ങിയവ ആപ്പ് വഴി അറിയാൻ സാധിക്കും. മികച്ച ഫീച്ചേഴ്സാണ് ആപ്പിലുള്ളതെന്നും യാത്രക്കാർക്ക് പോകേണ്ട സ്ഥലങ്ങളിലെ ഓരോ കാര്യങ്ങളും കൃത്യമായി ആപ്പിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടെന്നും കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് എക്സിൽ കുറിച്ചു. ആപ്പ് പരീക്ഷിച്ചു നോക്കുന്ന വീഡിയോ അടക്കം പോസ്റ്റ് ചെയ്തായിരുന്നു മന്ത്രിയുടെ പ്രതികരണം. उन सबके अंदर प्री इंस्टॉल्ड है. देखते हैं आज इसका कितना अच्छा है. चलिए ड्राइवर साहब. टर्न लेफ्ट. कुछ मैपल्स में खास बात पता चली कि जहाँ पर भी ओवरब्रिज और अंडरपास आता है वहाँ पे एक 3 डायमेंशनल जंक्शन व्यू आता है. और भी कई अच्छी चीज़ें पता चली कि जैसे किसी भी जगह हम पहुँचते हैं उस बिल्डिंग के अंदर मान लो मल्टीपल फ्लोर्स हैं. काफ़ी अच्छे फीचर्स हैं, एक बार ट्राई करना चाहिए. हम लोगों ने डिसाइड किया है कि रेलवे में बहुत सारी एप्लीकेशंस हैं जिसमें मैपल्स की टेक्नोलॉजी का उपयोग किया जा सकता है. तो जल्दी रेलवे और मैपल्स का एक MOU साइन करेंगे. ഫ്ലൈ ഓവറുകൾ, അണ്ടർപാസുകൾ, റൗണ്ട് എബൌട്ടുകൾ എന്നിവ കൃത്യമായി അറിയാൻ സാധിക്കുന്നതാണ് ആപ്പിന്റെ മറ്റ് സവിശേഷതകൾ. ഇതിന്റെ 3D പ്രിവ്യൂ കാണാൻ സാധിക്കുന്നത് മികച്ച കാര്യമാണെന്നും അശ്വിനി വൈഷ്ണവ് പറഞ്ഞു. സാങ്കേതിക രംഗങ്ങളിൽ ഭാരതം മുന്നേറുകയാണെന്ന് തെളിയിക്കുന്നതാണ് സോഹോ, മാപ്പ് മൈ ഇന്ത്യ പോലുള്ള ഓരോ ആപ്പുകളുടെയും വിജയം. ന്യൂസ് ഡെസ്ക്, ജനം.